ഈ പുഴയും കടന്ന സീരിയലിന്റെ അടുത്ത ആഴ്ചയിലെ മുഴുവൻ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും തന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അങ്ങനെ നിവിൻ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ വിനീത് തന്റെ സുഹൃത്തായ നിവിനുമായി ഒന്ന് മനസ്സു തുറന്ന് സംസാരിക്കണം. കാവേരിയോടുള്ള നിവിന്റെ സ്നേഹം വെറും തോന്നലാണോ അതോ ആത്മാർത്ഥമായിട്ടാണോ എന്ന് അവൻ അറിയണമായിരുന്നു. തന്റെ അനിയത്തിയുടെ ജീവിതമാണ്, അതിൽ ഒരു പിഴവും സംഭവിക്കാൻ പാടില്ല എന്ന നിർബന്ധം വിനീതിനുണ്ട്. നിവിനെ കണ്ടപ്പോൾ വിനീതിന്റെ മുഖത്ത് ചെറിയൊരു ഗൗരവം നിഴലിച്ചു. അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് തന്നെ വിനീത് ചോദിച്ചു, അളിയ, നമ്മൾ ഇത്രയും കൂട്ടായി നിന്നിട്ട് പോലും നിനക്ക് എന്നോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നില്ലേ? എന്റെ അനിയത്തിയോട് നിനക്ക് അത്രമാത്രം സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ അതാദ്യം അറിയേണ്ടത് ഞാനല്ലേടാ. വിനീതിന്റെ ആ ഒരു ചോദ്യം കേട്ടപ്പോ നിവിന്റെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വിടർന്നു. അവൻ വിനീതിന്റെ മുഖത്തേക്ക് നോക്കി ശാന്തമായി പറഞ്ഞു, എടാ, നിന്നോട് ഞാൻ ഒരിക്കൽ പറഞ്ഞതാ, നീ അത് മറന്നുപോയതാ? വിനീത് അമ്പരപ്പോട് ചോദിച്ചു, നീ എന്നോട് എന്നാ പറഞ്ഞത്? അന്ന് നിന്റെ കല്യാണം നടന്നതിന്റെ പാർട്ടി നമ്മൾ നടത്തിയില്ലേ? അന്ന് ഞാൻ നിന്നോട് ഈ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞതാ. പക്ഷേ അന്ന് നീ ഗംഗയെ സ്വന്തമാക്കിയതിന്റെ സന്തോഷത്തിൽ നീ മറ്റൊന്നും തന്നെ ശ്രദ്ധിച്ചില്ല. നിവിന്റെ സ്വരത്തിൽ നേരിയ പരിഭവമുണ്ടായിരുന്നു. വിനീത് കുറച്ചൊന്ന് മയപ്പെട്ടു. നിനക്ക് കാവേരിയോട് അത്രമാത്രം സ്നേഹമുണ്ടോടാ? വിനീത് ചോദിച്ചു. നിവിന്റെ കണ്ണുകൾ തിളങ്ങി. അവന്റെ ശബ്ദത്തിൽ അങ്ങേയറ്റത്തെ ആത്മാർത്ഥത നിറഞ്ഞു നിന്നു. അതേടാ, നിനക്ക് എന്റെ ഗംഗയോടുള്ള സ്നേഹം പോലെ തന്നെയാ എനിക്ക് എന്റെ കാവേരിയോടുള്ള സ്നേഹവും. അവളെ അല്ലാതെ ലൈഫ് പാർട്ട്ണറിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. അവൻ ദീർഘമായൊന്ന് നിശ്വസിച്ചു. പക്ഷേ എന്റെ അമ്മയും ആ ജയപാലനുമുണ്ടല്ലോ, അയാൾ അമ്മയോട് ചേർന്ന് മറ്റു പലതും മനസ്സിൽ കണക്കു കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വീട്ടിൽ വന്ന് എന്റെ അമ്മ അങ്ങനെ ഒരു വഴക്കുണ്ടാക്കിയത്. വിനീത് നിവിന്റെ കയ്യിൽ ഇറുക്കി പിടിച്ചു. എടാ, നീ കാവേരി കല്യാണം കഴിക്കുന്നതിൽ ഒരു സുഹൃത്ത് എന്ന നിലയിലും അവളുടെ ചേട്ടൻ എന്ന നിലയിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം അവൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പയ്യൻ നീ തന്നെയാണ്. നീ അവളെ അത്രയധികം സ്നേഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും നീ എത്രമാത്രം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ജയപാലൻ, നിന്റെ അമ്മാവൻ, അയാൾ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ തന്നെ ഞങ്ങളോട് തീർത്താ തീരാത്ത അത്ര ദേഷ്യവും പകയുമാണ് അയാൾക്ക്. അതിൽ തന്നെ കാവേരിയോട് അയാൾക്ക് കടുത്ത ശത്രുതയുമുണ്ട്. നിവിന്റെ മുഖം അങ്ങ് വലിഞ്ഞു മുറുകി. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു, അതിന് ജയപാലനാണോ കാവേരിയെ കല്യാണം കഴിക്കാൻ പോകുന്നത്? അയാളെ ഞാൻ എന്റെ അങ്കിളായിട്ട് പോലും ഇപ്പൊ മനസ്സിൽ കാണുന്നില്ല. അയാൾ ആട്ടിൻ തോലിട്ട ചെന്നായിയാണ്. എടാ, പക്ഷേ നിന്റെ അമ്മ നിനക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? വിനീതിന്റെ ആ ചോദ്യത്തിനു മുന്നിൽ നിവിൻ അല്പനേരം ഒന്ന് മൗനം പാലിച്ചു. അവന്റെ കണ്ണുകളിൽ വിഷമം തളം കെട്ടി നിന്നു. എന്റെ അമ്മ ഇപ്പോ ഒരുപാട് മാറിപ്പോയടാ. നിവിന്റെ ശബ്ദം ഇടറി. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് മുഴുവൻ ആ ജയപാലൻ അങ്കിളാ. അയാൾ ഓരോന്നൊക്കെ പറഞ്ഞ് അമ്മയെ കൊണ്ട് പിരികേറ്റിപ്പിച്ചിട്ടാ അമ്മ ഇങ്ങനെ മാറ്റിയെടുത്തത്. സത്യം പറഞ്ഞാ എന്നെ മനസ്സിലാക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്റെ അമ്മ. ആ അമ്മയുടെ നിഴൽ പോലും ഇപ്പോ എനിക്ക് കാണാനില്ല. എന്നെ അല്പം പോലും മനസ്സിലാക്കാൻ അമ്മയ്ക്കിപ്പോ സാധിക്കുന്നില്ല. അമ്മയുടെ മുന്നിൽ വാശിയും വൈരാഗ്യവുമായിട്ട് മുന്നിട്ട് നിൽക്കുകയാണ്. ഇതിനൊക്കെ കാരണം അയാളാ. അയാളെ ഇങ്ങനെ ജയിക്കാൻ ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. നിവിൻ രാജേശ്വരിയെ പറ്റി പറഞ്ഞ സങ്കടങ്ങളൊക്കെ കേട്ടപ്പോൾ വിനീതിനും വല്ലാത്ത വിഷമം തോന്നി. എന്താ അവനോട് പറയേണ്ടത്, എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നൊന്നും വിനീതിന് അറിയില്ലായിരുന്നു. താൻ ആരുടെ ഭാഗത്ത് നിൽക്കും? തന്റെ കുടുംബത്തിന്റെ ഭാഗത്തോ അതോ നിവിന്റെ കൂടെയാണോ എന്ന ചിന്ത വിനീതിന്റെ മനസ്സിലൂടെ കടന്നുപോയി. അല്ല, കാവേരിക്കും നിന്നോട് തിരിച്ച് അങ്ങനെ ഒരു സ്നേഹമുണ്ടോ എന്ന് വിനീത് ചോദിച്ചു. എടാ, അതിന് ഞങ്ങൾ തമ്മിൽ പ്രണയമാണെന്ന് ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. എന്റെ പ്രണയം അവൾക്കറിയത്തുപോലുമില്ല. അവൾക്ക് എന്നോടൊരു സൗഹൃദത്തിൽ കവിഞ്ഞ ഒരു സ്നേഹമുണ്ടെന്ന് തന്നെയാ ഞാൻ വിശ്വസിക്കുന്നത്. നിവിന്റെ വാക്കുകളിൽ ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടും നിനക്ക് ഗംഗയെ മറന്ന് മറ്റൊരാളെ കല്യാണം കഴിക്കാൻ സാധിക്കുവോ? എന്റെ പ്രണയം അവൾക്ക് അറിയത്തുപോലുമില്ല. അവൾക്ക് എന്നോട് ഒരു സൗഹൃദത്തിൽ കവിഞ്ഞ സ്നേഹമുണ്ടെന്ന് തന്നെയാ ഞാൻ വിശ്വസിക്കുന്നത്. നീ എന്നെ സഹായിക്കില്ലടാ. നിവിൻ വല്ലാത്ത പ്രതീക്ഷയോട് നിവിനെ നോക്കി വിനീത് ചിരിച്ചു. നിന്റെ പ്രണയം ആത്മാർത്ഥമാണെങ്കിൽ എന്റെ കാവേരിക്ക് നിന്നേക്കാൾ മികച്ചൊരു വരനെ എനിക്കിനി കണ്ടെത്താൻ കഴിയില്ല. ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. എന്തു വന്നാലും. വിനീതിന്റെ ആ ഉറപ്പ് നിവിന് വലിയൊരു ആശ്വാസമായി മാറി. ഇതേ സമയം സ്നേഹതീരെ നിന്ന ആ ഒരു വീട്ടിലിപ്പോൾ കുറച്ച് നാളുകളായി വലിയ സമാധാനമുണ്ട്. ഗംഗയുടെ കല്യാണം കഴിഞ്ഞതോടുകൂടി ശാരദയുടെ മുഖത്ത് എപ്പോഴത്തെ ആ ഒരു ഭയമൊക്കെ അങ്ങ് മറിഞ്ഞിരുന്നു. വീട്ടിലൊരു ആൺതുണയുണ്ട് എന്ന ധൈര്യം ശാരദക്ക് വലിയൊരു ആശ്വാസമാണ്. കാവേരിയുമായി നിവിനുള്ള ബന്ധത്തെപ്പറ്റി ശാരദക്ക് ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും തങ്ങൾ തമ്മിൽ ഒരു സൗഹൃദം മാത്രമാണെന്ന് കാവേരി പറഞ്ഞ് മനസ്സിലാക്കിയതോടുകൂടെ ആ പേടി പൂർണ്ണമായും മാറിക്കഴിഞ്ഞിരുന്നു. മുറ്റത്തെ മഴയത്ത് നിലക്കുട്ടി ഓടി കളിക്കുകയാണ്. വെള്ളം തെറിപ്പിച്ചും പൊട്ടിച്ചിരിച്ചും അവൾ മഴയോടൊപ്പം ഇങ്ങനെ താളം പിടിച്ചു. അകത്തേക്ക് കയറിടീന്നിലെ, നിനക്ക് പനി പിടിക്കും. ശാരദ ഉമ്മറത്തേക്ക് വന്നുകൊണ്ട് തന്നെ വഴക്ക് പറഞ്ഞു. അപ്പോഴാണ് കാവേരി അങ്ങോട്ടേക്ക് വന്നത്. ശാരദയുടെ മുഖത്തെ ആ ഒരു പഴയ തെളിച്ചം കാവേരിയെയും സന്തോഷിപ്പിച്ചു. അവർ പഴയ കാലത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി.
അല്ല അമ്മേ, അമ്മ പണ്ട് നല്ല കവിതകളൊക്കെ എഴുതുമായിരുന്നു എന്ന് എപ്പോഴോ പറഞ്ഞിരുന്നില്ലേ? കാവേരി കുസൃതിയോടെ ചോദിച്ചു. ശാരദക്ക് പെട്ടെന്ന് നാണം വന്നു. ഹാ, അതൊക്കെയുണ്ട്. അരവിന്ദേട്ടന് ഞാൻ എഴുതുന്ന കവിതകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാവേരി കണ്ണും മിഴിച്ചു നിന്നു. അമ്മ കവിത എഴുതുമായിരുന്നോ? അതെന്താടി നീ അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ കവിതയൊക്കെ എഴുതുന്ന ആളാ. എനിക്കെന്താ ഒരു കവിത എഴുതിക്കൂടെ? ശാരദ ചോദിച്ചു. പിന്നെ അമ്മക്ക് എഴുതാലോ. അമ്മ ഒന്നല്ല, എത്ര വേണമെങ്കിലും കവിത എഴുതിക്കോ. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അമ്മയുടെ ഇങ്ങനത്തെ ഒരു ടാലന്റ് ഞങ്ങൾ ആരും അറിയാതെ പോയത് മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. ദേ ഇപ്പം നല്ല മഴയുണ്ട്. അമ്മക്ക് കവിത എഴുതാൻ പറ്റിയ കിടലൻ കാലാവസ്ഥയാ. കാവേരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ കൊച്ചു വീടിന്റെ കോലായിൽ അവരുടെ പൊട്ടിച്ചിരികൾ മഴനാദത്തിനൊപ്പം മലിഞ്ഞു ചേർന്നു. ഇതേ സമയം സുജാതയുടെ വീട്ടിൽ സങ്കടത്തിന്റെ കാർമേഘങ്ങൾ പെയ്തിറങ്ങുകയായിരുന്നു. സുജാത നെഞ്ചത്തടിച്ച് കരയാണ്. അവൾ നടത്തിയിരുന്ന ആ ചിട്ടിപ്പണം മുഴുവനും ഗീത വീട് വിട്ടിറങ്ങിയപ്പോൾ അടിച്ചുമാറ്റി കൊണ്ടുപോയി. നാട്ടുകാരായ പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾ ചോര നീരാക്കി ഉണ്ടാക്കിയ പണമാണത്. അതെല്ലാം തന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു. വിനീതും ഗംഗയും വിവരമറിഞ്ഞ് അങ്ങോട്ടേക്ക് ഓടിയെത്തി. സുജാതയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വിനീതിന് വാക്കുകളില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്യും മോനെ? ആ പാവങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശ. എന്നെ വിശ്വസിച്ച് അവരത് ഏൽപ്പിച്ചതല്ലേ? ഇനി ഈ ഒരു കള്ളിയായിട്ട് ജീവിക്കാൻ ഈ സുജാതയെ കിട്ടില്ല. ഇത്രയും കാലം ഞാൻ ആത്മാർത്ഥമായിട്ടും സത്യസന്ധരോടുമാണ് ജീവിച്ചത്. കള്ളി എന്നുള്ള പേര് കേട്ടാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. സുജാത നിലവിളിച്ചു. പെട്ടെന്നാണ് ഗംഗ തന്റെ കഴുത്തിൽ കിടക്കുന്ന സ്വർണമാല ഊരി സുജാതയുടെ നേരെ നീട്ടിയത്. അത് അരവിന്ദന്റെ മാലയായിരുന്നു. ഗംഗ അവളുടെ അച്ഛന്റെ ഓർമ്മക്കായി ജീവനേക്കാൾ സ്നേഹത്തോടെ കാത്തു സൂക്ഷിച്ചിരുന്ന പവിത്രമായ മാല. എന്താ മോളെ ഇത്? സുജാത കണ്ണീരോടെ ചോദിച്ചു. ഈ മാല അത്രയേറെ വിലപിടിപ്പുള്ളതാ എന്നെ സംബന്ധിച്ച്. എന്റെ അച്ഛന്റെ ഓർമ്മക്കായിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചതായത്. ഈ കുടുംബത്തിന്റെ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നപ്പോഴും ഞാൻ ഇത് എടുത്തിട്ടില്ല. പക്ഷേ ഒരാളുടെ ജീവനേക്കാൾ വലുതൊന്നുമല്ലല്ലോ ഈ മാല. അപ്പച്ചി ഈ മാല എടുത്തോളൂ. ഇത് വിറ്റുകഴിഞ്ഞാൽ അപ്പച്ചിയുടെ പ്രശ്നം പരിഹരിക്കാനുള്ള കാശൊക്കെ കിട്ടും. ഗംഗയുടെ ശബ്ദത്തിൽ ഒരു നേരിയ വിറയലുണ്ടായിരുന്നുവെങ്കിലും അവളുടെ തീരുമാനം ഉറച്ചതായിരുന്നു. വിനീത് അമ്പരപ്പോടെ ഗംഗയെ നോക്കി. ഗംഗേ, അമ്മാവൻ നിനക്ക് തന്ന മാലയല്ലേ ഇത്? നീ അത്രയേറെ സ്നേഹത്തോടെ അത് കരുതി വെച്ചിരിക്കുന്നതല്ലേ? അതെടുത്തു കഴിഞ്ഞാൽ സാരമില്ല വിനീതേട്ട. ഇത്രയും വലിയൊരു നാണക്കേടിൽ നിന്നും സുജാതപ്പച്ചിയെ രക്ഷിക്കുക എന്നതിനേക്കാൾ ഉപരി ഈ മാലയ്ക്ക് വിലയൊന്നുമില്ല. ഒരാളുടെ ജീവനേക്കാൾ വലുതല്ലല്ലോ എന്റെ അച്ഛൻ. അത് അച്ഛന് മനസ്സിലാവും, ഗംഗ പറഞ്ഞു. സുജാത വീണ്ടും പൊട്ടിക്കരഞ്ഞു. ഇത്രയും നല്ലൊരു കുട്ടിയാണല്ലോ ഇവൾ. പലതും പറഞ്ഞ് ഞാൻ ഇവളെ എത്രമാത്രം അപമാനിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ അച്ഛന്റെ ഓർമ്മ എനിക്ക് നൽകുന്നു. വിനീത മാല വാങ്ങി തൽക്കാലം പണയം വെച്ച് അമ്മയുടെ പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകി. സ്നേഹതീരത്ത് വീണ്ടും ആശങ്കയുടെ നിഴൽ വീഴാൻ അധികം സമയമെടുത്തില്ല. സമയം സന്ധ്യ കഴിഞ്ഞിട്ടും യമുന കോളേജിൽ നിന്നും തിരിച്ചെത്തിയിട്ടില്ല. ശാരദ വീടിന്റെ ഉമ്മറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അവരുടെ ഹൃദയമിടിപ്പ് കൂടി വന്നു. വിനീതും ഗംഗയും സുജാതയുടെ വീട്ടിൽ നിന്നും തിരികെ എത്തിയപ്പോൾ ശാരദ കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അവൾക്ക് വല്ല സ്പെഷ്യൽ ക്ലാസ്സും കാണും. ഗംഗ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഇല്ല മോളെ, അങ്ങനെ ക്ലാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ എന്നെ വിളിച്ച് പറയേണ്ടതാ. ഞാൻ 2 തവണ അവൾക്ക് വിളിച്ചു നോക്കിയതാ. ഫോണ് സ്വിച്ച് ഓഫാ എന്ന് പറയുന്നത്. എനിക്കാകെ പേടിയാവുന്നുണ്ട്, ശാരദ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. കാവേരിയും അവിടേക്ക് വന്നു. കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ കാവേരിക്കും ഉള്ളിലൊരു ഭയം തോന്നി. എങ്കിലും അവൾ അത് പുറത്ത് കാണിക്കാതെ പറഞ്ഞു. നിങ്ങൾ സങ്കടപ്പെടാതെ, ഞാൻ ഏതായാലും കോളേജ് വരെ ഒന്ന് പോയിട്ട് വരാം. കാവേരി വേഗം സ്കൂട്ടി എടുത്തുകൊണ്ട് തന്നെ യമുനയുടെ കോളേജിലേക്ക് പോയി. കോളേജ് ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുന്നു. അവിടെ ആരെയും തന്നെ കാണുന്നില്ല. ആകെ ശൂന്യത. കാവേരിയുടെ നെഞ്ചിരിപ്പ് കൂടി. അവൾ പെട്ടെന്ന് യമുനയുടെ ഒരു കൂട്ടുകാരിയെ ഫോൺ വിളിച്ചു. മോളെ, നിങ്ങൾ ഇന്ന് എപ്പോഴാ ക്ലാസ് കഴിഞ്ഞ് വിട്ടത്? എന്നത്തെയും പോലെ തന്നെയാണല്ലോ വിട്ടത് ചേച്ചി. യമുന ഇതുവരെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. മോളിന്ന് അവളെ കണ്ടിരുന്നോ? കാവേരിയുടെ സ്വരം ഇടറുന്നുണ്ടായിരുന്നു. അവൾ ക്ലാസ്സിലുണ്ടായിരുന്നല്ലോ. ക്ലാസ് കഴിഞ്ഞ് അവൾ വിശാലുമായിട്ട് സംസാരിച്ച് നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു ചേച്ചി. അതിനുശേഷം വീട്ടിലേക്ക് പോന്നു. എന്നാൽ ആ പേര് കേട്ടതോടുകൂടെ കാവേരിയുടെ തലയിലൂടെ ഒരു മിന്നൽ കടന്നുപോയി. വിശാൽ, ജയബാലന്റെ മകൻ. അവളുടെ ഉള്ളിലെ ഭയം ഒരു അഗ്നിപർവ്വതം പോലെ പുകയാൻ തുടങ്ങി. എങ്ങനെയോ അവൾ വീട്ടിലേക്ക് തിരികെ എത്തി. കാവേരിയുടെ വാടിയ മുഖം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം പന്തിയല്ലാന്ന് മനസ്സിലായി. വിശാലിന്റെ കൂടെയാണെന്നറിഞ്ഞപ്പോൾ ഗംഗക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. ശാരദ നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. ആ ജയപാലിന്റെ രക്തമാ. ചതി രക്തത്തിൽ തന്നെ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിന് എന്തോ സംഭവിച്ചു. വിനീതിനെ മാറ്റി നിർത്തി കാവേരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒട്ടും സമയം കളയാതെ അവർ ജയപാലിന്റെ വീട്ടിലേക്ക് തിരിച്ചു. ഗംഗയും അവരുടെ കൂടെ പോയി. ജയപാലിന്റെ വീട്ടുമുറ്റത്ത് കാവേരി എത്തുമ്പോൾ അവളുടെ കണ്ണുകളിൽ തീ പാറുന്നുണ്ടായിരുന്നു. എന്റെ അനിയത്തി എവിടെയാണെന്ന് എനിക്കറിയണം, കാവേരി ഗർജിച്ചു. ജയപാലനും പ്രവീണയും പുച്ഛത്തോട് ചിരിച്ചു. ഓ, നിന്റെ അനിയത്തിയെ കാണാതായതിൽ ഇവിടെ വന്നിട്ടാണോ അന്വേഷിക്കേണ്ടത്? അവൾ ഏതെങ്കിലും ചെറുക്കന്മാരുടെ പിന്നാലെ പോയിട്ടുണ്ടാവും.
അതാണല്ലോ നിങ്ങളുടെയൊക്കെ സ്വഭാവം. നിന്നെ കണ്ടിട്ടില്ലേടി നിന്റെ അനിയത്തി പഠിക്കുന്നത്, പ്രവീണ പരിഹസിച്ചു. കാവേരിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. ദേ, കൂടുതൽ അനാവശ്യം പറഞ്ഞ ഈ കാവേരി ആരാണെന്ന് നിങ്ങൾ അറിയും. നിങ്ങളുടെ മകൻ വിശാൽ എവിടെയാന്നാ ഞാൻ ചോദിച്ചത്. അവൻ ഇവിടെയില്ല. അവനൊരു കൂട്ടുകാരന്റെ സഹോദരിയുടെ കല്യാണത്തിന് പോയിരിക്കുക. ജയബാലൻ കള്ളം പറഞ്ഞു. തർക്കം വഷളാവുന്നത് കണ്ട് വിനീത് കാവേരിയെ പിന്തിരിപ്പിച്ചു. നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ കാവേരി. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊരു പരാതി കൊടുക്കാം. ഇവിടെ നിന്ന് ഒച്ച വെച്ചിട്ടൊന്നും കാര്യമില്ല. അവർ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു മിസ്സിംഗ് കേസ് ഫയൽ ചെയ്തു. എന്നാൽ പോലീസുകാരുടെ ഭാവം തീരെ നിരാശജനകമായിരുന്നു. ഒരു പെൺകുട്ടിയെ കാണാതാവുമ്പോൾ അത് കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയതായിരിക്കുമെന്ന മട്ടിലാണ് അവർ സംസാരിച്ചത്. കാവേരിയുടെ രക്തം തിളച്ചു. വിനീത് എങ്ങനെയൊക്കെയോ അവരെ സമാധാനിപ്പിച്ച് അവിടെ നിന്നും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഇതേ സമയം നഗരത്തിൽ നിന്നും വളരെ ദൂരെയുള്ള ആൾതാമസമില്ലാത്ത ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു പഴയ വീട്ടിലേക്ക് വിശാൽ യമുനയെ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. വിശാലിന്റെ വാക്കുകൾ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ടാണ് യമുന അവിടെ എത്തിയത്. തങ്ങളുടെ കുടുംബത്തെ സഹായിക്കാമെന്നും അരവിന്ദനെ ചതിച്ച ജയബാലൻ തട്ടിയെടുത്ത തോട്ടത്തിന്റെ പഴയ രേഖകളെല്ലാം തന്നെ തന്റെ കയ്യിലുണ്ട് എന്നും അത് യമുനയ്ക്ക് നൽകാമെന്നൊക്കെ വിശാൽ അവളോട് പറഞ്ഞിരിക്കുന്നു. അതെല്ലാം പാവം യമുന വിശ്വസിച്ചു. എന്നാൽ ആ ഇരുണ്ട മുറിയിലേക്ക് കയറിയതും വിശാലിന്റെ മുഖത്തെ ഭാവം അങ്ങ് മാറി. വാതിലങ്ങ് കൊട്ടിയടിച്ചു. പൂട്ടിയിട്ട് ശബ്ദം കേട്ടപ്പോൾ തന്നെ യമുന ഞെട്ടിത്തിരിഞ്ഞു നോക്കി. വിശാൽ, നീ എന്താ ഈ കാണിക്കുന്നത്? ആ രേഖകൾ? യമുന വിറക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. വിശാൽ അട്ടഹസിച്ച് ചിരിച്ചു. രേഖയോ? എന്ത് രേഖ? നീ എന്താടി കരുതിയത്? എന്റെ അച്ഛനെ പറ്റിച്ച് നീയൊക്കെ കൂടി സന്തോഷത്തോടെ ജീവിക്കാമെന്നോ? എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ തട്ടിയെടുക്കാൻ നീയോ നിന്റെ സഹോദരങ്ങളോ വന്ന വെറുതെ ഇരിക്കാനൊന്നും ഞാൻ റെഡിയല്ല. യമുനയുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഇനി നീ പുറലോകം കാണില്ല. നിന്നെ കാണാനില്ലെന്നും പറഞ്ഞ് നിന്റെ വീട്ടുകാർ നെട്ടോട്ടം ഓടട്ടെ. നീ എന്നെ വിശ്വസിച്ച് ഇവിടെ വരെ വന്നില്ലേ? നിനക്ക് ഇത് തന്നെ വേണമടി, അവൻ ക്രൂരമായി പറഞ്ഞു. ആ ചതിയന്റെ മകനല്ലേ നീ? നിന്നിൽ നിന്നും ഇങ്ങനൊരു ചതി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒന്നുമില്ലെങ്കിലും ഒരിക്കൽ നിന്നെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചതല്ലേ? യമുന പൊട്ടിക്കരഞ്ഞു. ആത്മാർത്ഥതയോ? നീ എനിക്ക് ഒരുപാടുള്ള കാമുകിമാരിൽ ഒരുവൾ മാത്രമാണടി. അല്ലെങ്കിൽ തന്നെ കാൽ കാശിന് വിലയില്ലാത്ത നിന്നെയൊക്കെ ആരെങ്കിലും കല്യാണം കഴിക്കുവോ? വിശാലിന്റെ വാക്കുകൾ മൂർച്ചയുള്ള അമ്പുകൾ പോലെ അവളുടെ ഹൃദയത്തിൽ തറച്ചു കയറി. താൻ വെറും ഒരു കളിപ്പാവ മാത്രമായിരുന്നു എന്ന് തിരിച്ചറിവ് യമുനയെ തളർത്തിക്കളഞ്ഞു. അവൾ മുട്ടുകുത്തിയിരുന്ന് വിതുമ്പി. അവന്റെ കൂട്ടുകാരും അവിടെയുണ്ടായിരുന്നു. വിശാൽ പുറത്തേക്ക് തിരിഞ്ഞപ്പോൾ തക്കം നോക്കി യമുന തന്റെ ചുരിദാറിന്റെ പോക്കറ്റിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഫോൺ എടുത്തു. വിറക്കുന്ന കൈകളോടെ അവൾ നേരെ കാവേരിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. റേഞ്ച് വളരെ കുറവായിരുന്നു. ചേച്ചി, ചേച്ചി, യമുനയുടെ കരച്ചിൽ കാവേരിയുടെ ഫോണിൽ മുഴങ്ങി. മോളെ യമുനെ, നീ എവിടെയാണ്? കാവേരി പരിഭ്രാന്തിയോടെ ചോദിച്ചു. ചേച്ചി, വിശാൽ അവൻ എന്നെ... അത്രയും പറഞ്ഞപ്പോഴേക്കും കോളങ്ങ് കട്ടായി. കാവേരിക്ക് കാര്യം വ്യക്തമായി. യമുന അപകടത്തിലാണ്. കാവേരിയുടെ ഫോൺ കോൾ വിവരങ്ങളെല്ലാം അറിഞ്ഞ് വിനീത് തലക്ക് കൈകൊടുത്തിരുന്നു പോയി. പോലീസുകാരെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇനി എന്ത് ചെയ്യും? നമുക്ക് നിവിനെ അറിയിച്ചാലോ കാവേരി? അവൻ എന്തെങ്കിലും ചെയ്ത് നമ്മളെ സഹായിക്കും, വിനീത് ചോദിച്ചു. വേണ്ട വിനീതേട്ട, രാജേശ്വരി ആന്റി വന്ന് വീട്ടിൽ പ്രശ്നമുണ്ടാക്കിയതു മുതൽ നിവിനുമായി ഒരു അകലം പാലിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാവേരി മടിച്ചു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നൊക്കെ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ രണ്ടുപേരും മാത്രം വിചാരിച്ച യമുനയെ രക്ഷിക്കാനൊന്നും സാധിക്കില്ല. അവിടെ ശാരദാമ്മയുടെ അവസ്ഥ നീ കണ്ടില്ലേ? ആ സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? വിനീതിന്റെ വാക്കുകൾ കാവേരിയുടെ മനസ്സ് മാറ്റി. വിനീത് ഉടനെ തന്നെ നിവിനെ വിളിച്ചു. നിവിൻ ഒരു നിമിഷം പോലും വൈകാതെ അവിടേക്ക് ഓടിയെത്തി. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് എന്നോടൊരു വാക്കുപോലും പറയാൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ? നിവിൻ കാവേരിയെ നോക്കി വേദനയോട് ചോദിച്ചു. കാവേരി കുറ്റബോധത്തോടുകൂടെ തല കുനിച്ചു നിന്നു. അവനാടാ നിന്റെ അമ്മാവൻ ജയബാലന്റെ മോൻ വിശാൽ. അവനാണ് എന്റെ അനിയത്തി യമുനയെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്. വിനീത് കാര്യങ്ങൾ വിശദീകരിച്ചു. നിവിൻ കളത്തിലിറങ്ങിയതോടുകൂടെ കാര്യങ്ങളൊക്കെ വേഗത്തിലായി. തന്റെ ബുദ്ധിയും ബന്ധങ്ങളെല്ലാം ഉപയോഗിച്ച് വിശാലിന്റെ ഫോൺ നമ്പർ അവൻ ടവർ ലൊക്കേഷനെല്ലാം ട്രേസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. നിമിഷങ്ങൾ കടന്നു പോകുന്നത് യുഗങ്ങൾ പോലെയാണ് കാവേരിക്ക് തോന്നിയത്. ഒടുവിൽ നിവിന്റെ ഫോണിലേക്ക് ആ ഒരു സന്ദേശം വന്നു. അവർ എവിടെയാണുള്ളതെന്ന് നിവിൻ കണ്ടെത്തി. ആ പഴയ വീടിന്റെ ഉള്ളിൽ വിശാൽ യമുനയുടെ അടുത്തേക്ക് വരികയായിരുന്നു. അവന്റെ കണ്ണുകളിൽ കാമവും ക്രൂരതയും നിറഞ്ഞു നിന്നിരുന്നു. നീ എന്തായാലും എന്റെ വയലിൽ വീണു. ഇനി ഇവിടെ നിന്ന് നിനക്കൊരു മോക്ഷമുണ്ടാവാനൊന്നും പോകുന്നില്ല. ഒരുപാട് ആഗ്രഹിച്ചതാ നിന്നെ ഞാൻ. എന്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തിയെടുത്തിട്ട് നിന്നെ ഞാൻ ഇവിടെ നിന്ന് വിടത്തുള്ളൂ. അവൻ യമുനയുടെ നേർക്ക് കൈനീട്ടി. അവളുടെ ഡ്രസ്സൊക്കെ വലിച്ചു കീറാൻ ശ്രമിച്ചു. യമുന സർവ്വശക്തിയും എടുത്ത് അവനെ തള്ളിമാറ്റാനും ശ്രമിച്ചു. എന്നെ വിടടാ ദുഷ്ട, അവൾ അലറിക്കൊണ്ട് കരഞ്ഞു. പെട്ടെന്നാണ് ആ വീടിന്റെ മരവാതിൽ വലിയൊരു ശബ്ദത്തോടുകൂടെ തകർന്നങ്ങ് വീണത്. വാതിൽപ്പടിയിൽ നിവിനും ഭദ്രകാളിയെ പോലെ കാവേരിയും നിൽക്കുന്നുണ്ടായിരുന്നു. വിശാൽ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. കാവേരി ഒരു മിന്നൽ പോലെ പാഞ്ഞു വന്ന് വിശാലിന്റെ കവിളിലങ്ങ് ആഞ്ഞടിച്ചു. ആ അടിയുടെ ആഘാതത്തിൽ അവൻ നിലത്തേക്കങ്ങ് തെറിച്ചു വീണു. വിശാലിന്റെ കൂട്ടുകാർ നിവിന് നേരെ പാഞ്ഞെടുത്തു. എന്നാൽ നിവിൻ അവരെ
അവരെല്ലാം എന്നെ അടിച്ചൊതുക്കി. കാവേരി വിശാലിന്റെ കോളറിനങ്ങ് കുത്തിരി പിടിച്ച് എഴുന്നേൽപ്പിച്ച് വീണ്ടും വീണ്ടും അടിച്ചു. എന്റെ അനിയത്തിയെ തൊടാൻ നിനക്ക് ധൈര്യം വന്നോടാ? അത്രമാത്രം ധൈര്യമൊക്കെ നിനക്കുണ്ടോടാ? കാവേരിയുടെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. യമുന ഓടിച്ചെന്ന് കാവേരിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ചേച്ചി, ഈ ദുഷ്ടൻ എന്നെ ഉപദ്രവിക്കാൻ നോക്കി. കാവേരി യമുനയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇല്ല മോളെ, ഒന്നുമില്ല മോളെ. ചേച്ചി വന്നില്ലേ, നിന്നെ ഉപദ്രവിക്കാൻ നോക്കിയിട്ട് അവൻ ഇനി 2 കാലിൽ ഇവിടെ നിന്നും പോവില്ല. യമുനയും കൂടെ വിശാലിനെ അടിച്ചു. നിവിനും കാവേരിയും ചേർന്ന് അവരെ ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചു. ഇതേ സമയം സ്നേഹതീരത്ത് യമുനയും കൂട്ടിയിട്ട് അവർ വരുമ്പോൾ എല്ലാവരും വലിയൊരു ആശ്വാസമായിരുന്നു. ഉമ്മർത്ത് ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു ശാരദയും ഗംഗയും. യമുനയുടെ വാടിയ മുഖവും കോലവും കണ്ടപ്പോൾ ശാരദ നെഞ്ചത്തടിച്ച് കരഞ്ഞുപോയി. കാവേരി അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പറഞ്ഞു. ഗംഗ ദേഷ്യം കൊണ്ട് വിരച്ചു. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവനെതിരെ കേസ് കൊടുക്കണം. നമ്മൾ ഓരോ തവണയും ക്ഷമിച്ചു വിടുന്നതാണ് നമുക്ക് പറ്റിയ തെറ്റ്, കാവേരി ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. എന്നാൽ ശാരദ പെട്ടെന്ന് കാവേരിയുടെ കൈ പിടിച്ചു. വേണ്ട മോളെ, കേസൊന്നും വേണ്ട. ഒരു പെൺകുട്ടിയായി ഇവൾ. എന്ത് പ്രശ്നമുണ്ടായാലും അതെല്ലാം നമ്മുടെ തലയിൽ കുറ്റമായിട്ട് ആൾക്കാർ കാണത്തുള്ളൂ. നാളെ യമുനയെ എല്ലാവരും മോശക്കാരിയായിട്ട് കാണും. എനിക്ക് പേടിയാ മോളെ, ശാരദ കരഞ്ഞപേക്ഷിച്ചു. ഗംഗക്കും അത് ശരിയാണെന്ന് തോന്നി. അമ്മ പറയുന്നതാ ശരി കാവേരി. ഇത് കേസ് കൊടുത്താൽ നാട് മുഴുവനും അറിയും. ഇവളുടെ ഭാവി തകരും. യമുന ആദ്യം ഈ സങ്കടത്തിൽ നിന്നൊന്ന് കരകയറട്ടെ. ശാരദ കണ്ണീരോടെ നിവിനെ നോക്കി. ഇത്തവണയും തന്റെ കുടുംബത്തെ വലിയൊരു തകർച്ചയിൽ നിന്ന് രക്ഷിച്ചത് നിവിനാണ്. താൻ എത്ര മാറ്റി നിർത്തിയിട്ടും ആപത്ത് കാലത്ത് അവൻ മാത്രമേ കൂടെ ഉണ്ടാകുള്ളൂ എന്ന തിരിച്ചറിവ് ശാരദയുടെ കണ്ണുകളിൽ ഈറനണിയിച്ചു. അവൾ കൈകൂപ്പിക്കൊണ്ട് നിവിനോട് ഒരുപാട് നന്ദി പറഞ്ഞു. പക്ഷേ കാവേരിയുടെ മനസ്സിലുള്ള പ്രതികാരാഗ്നി അടങ്ങിയിരുന്നില്ല. കേസ് കൊടുക്കുന്നില്ലെങ്കിലും ജയപാലനെയും മകനെയും വെറുതെ വിടാനൊന്നും അവൾ ഒരുക്കമായിരുന്നില്ല. നാളെ നേരം പുലരുമ്പോൾ ആ ജയപാലന്റെ വീട്ടുമുറ്റത്ത് ചെന്ന് വിശാലിന് തക്കതായ മറുപടി കൊടുക്കുമെന്ന് തന്നെ അവൾ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ കാവേരി ദൃഢനിശ്ചയത്തോടുകൂടെ ആ തീരുമാനമെടുക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.